ശരിക്കും ഒരു അന്യൻ ക്യാരക്ടറാണോ ഈ മാർ പാമ്പ്ലാനി? പകലൊരു സ്വഭാവം, രാത്രി പറയുന്നതോ മറ്റൊന്ന്. അതിന് വീട്ടമ്മമാർ പറയുന്ന ഒരു വാക്കുണ്ട്, വെളിവില്ലാതെ വന്നിരുന്ന് വല്ലതുമൊക്കെ വിളിച്ചു പറയും, രാവിലെ ചോദിച്ചാൽ ഒന്നും ഓർമ്മയുണ്ടായില്ല. പകല് മൊത്തത്തിൽ ഐക്യം, അനുസരണം, എന്റെ ഇടയന്മാർ, വലിയ കൂട്ടായ്മ, സഹകരണം എന്നൊക്കെ പലതവണ എടുത്തു പോയി. പക്ഷേ രാത്രി ഈ പറഞ്ഞതൊക്കെ മറക്കും. രാത്രി വിമതരെ മാത്രമേ ഈ പാമ്പ്ലാനിക്ക് കണ്ണുകൊണ്ട് കാണാനാകൂ, ദർശിക്കാനാകുമെന്ന് പാമ്പ്ലാനി പറയും. അപ്പോൾ വിശ്വാസികൾ ഇവിടെയൊന്നുമില്ല, അങ്ങ് റോമിൽ മാത്രമാണെന്നൊക്കെ തോന്നിപ്പോകും. പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ട് ദിക്കിലേക്ക് പോകുന്ന പാമ്പ്ലാനി പറയുന്നത് എങ്ങനെ വിശ്വസിക്കുമെന്ന് വിശ്വാസികൾക്ക് ഒരു വിശ്വാസം. തീർച്ചയായും പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതും അതുപോലെ തന്നെ സിറോ മലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ചതുമായ വിശുദ്ധ കുർബാന ക്രമം എല്ലാ വിശ്വാസികളും ഒരു മനസ്സോടെ നടപ്പിലാക്കണം എന്നതാണ് സഭയിലെ എല്ലാ ദൈവമക്കളുടെയും ആഗ്രഹം. അത് സഭയ്ക്ക് പുതിയൊരു വസന്തം കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് സഭയ്ക്ക് നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളും വേദനകളും ഇല്ലാതാക്കുവാൻ വേണ്ടി കൂടി ഈ അനുസരണത്തിൻ്റെ ശുശ്രൂഷ സഹായകമായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി എല്ലാ വിശ്വാസികളും ഒരു മനസ്സോടെ പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി വിമത വൈദികരുടെ ഉറ്റത്തോഴൻ ആയതാണ്. ബിഷപ്പ് പാമ്പ്ലാനിന്റെ ഇടപെടലുകൾ എറണാകുളത്തെ വിമതരെ വെള്ളപൂശുന്നത് തന്നെയാണ്. സഭാപക്ഷത്തെ അടിച്ചൊതുക്കി വിമതരുടെ പ്രീതി പിടിച്ചു പറ്റി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം തന്നിലേക്ക് അടുപ്പിക്കാമെന്ന് അദ്ദേഹം കരുതിയാൽ എങ്ങനെ കുറ്റം പറയും? ഒരു കുറ്റവും പറയാൻ. പക്ഷേ സഭയുടെ വേരാണ് പാമ്പ്ലാനി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ബിഷപ്പ് പാമ്പ്ലാനിയുടെ വ്യക്തമായ പിന്തുണയാണ് മാർപ്പാപ്പയുടെ ആവർത്തിച്ചുള്ള കൽപ്പനകൾ സിനഡ് അട്ടിമറിച്ചത്. സമവായത്തിന്റെ ഭാഗമായ എല്ലാ കുർബാനയ്ക്കും വചനപീഠം ഉപയോഗിക്കണമെന്ന നിർദ്ദേശം അട്ടിമറിച്ചതും മാർപ്പാപ്പ കൽപ്പിച്ചതും നിയമാനുസൃതമായ ഏകീകൃത കുർബാന ആഴ്ചയിൽ ഒരിക്കൽ ആർക്കും തന്നെ പങ്കെടുക്കാൻ സൗകര്യമില്ലാത്ത മാറ്റിനിക്ക് നട്ടുച്ചയ്ക്ക് വെച്ചതും വിമത പ്രേരണ തന്നെയാണ്. നെറുകേടാണ് ഈ പാമ്പ്ലാനി കാണിക്കുന്നത്. വിശ്വാസികളെ കേസിൽ കുടുക്കി വിമതരുടെ ആവശ്യം ഇപ്പോൾ സാധിച്ചു കൊടുക്കാനാണ് പാമ്പ്ലാനി ശ്രമിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്റെയും വാക്മിത്വം കൊണ്ടും വാക്ചാതുരി കൊണ്ടും സഭയെ സംരക്ഷിക്കുന്ന പുരോഹിതൻ എന്ന നിലയിൽ പ്രസിദ്ധി ആർജിച്ച ഫാദർ ജോസഫ് പാമ്പ്ലാനി മെത്രാനാകുന്നു എന്ന് കേട്ടപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. മെത്രാനായപ്പോഴോ മെത്രാൻ എന്ന നിലയിൽ അദ്ദേഹം സഭയ്ക്ക് ഒരു ബാധ്യതയെ തീരുന്നതാണ് വിശ്വാസികൾ പിന്നെ കണ്ടത്. വാക്കിലും നോക്കിലും സംസാരത്തിലും ഒക്കെ അനുസരണം, ഐക്യം, സഹവർത്തിത്വം എന്റെ ഇടയന്മാർ നേരത്തെ പറഞ്ഞതുപോലെ പ്രവൃത്തി മുഴുവൻ തിരിച്ചാണ്. എറണാകുളം വൈദിക കലാപത്തിന്റെ കാര്യത്തിൽ തുടക്കം മുതലേ 2 വള്ളത്തിലാണ് പാമ്പ്ലാനി കാൽച്ചവിട്ടി യാത്ര ചെയ്തത്. എറണാകുളം വിമത വൈദികർ പാവങ്ങളാണെന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം പല്ല്. അത് അദ്ദേഹം പലയിടത്തും ആവർത്തിച്ചു. എന്തിന്? മീഡിയ കമ്മീഷന്റെ ഔദ്യോഗിക സർക്കുലറിൽ പോലും വിമതർക്ക് അനുകൂലമായ കാര്യങ്ങൾ വൈദിക കലാപകാരികൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചെയ്ത് തെറ്റാണെന്ന് പറയുക പോലും ചെയ്യാതെ സഭാസ്നേഹികളുടെ പ്രതികരണം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇതാണ് പറഞ്ഞത് പാമ്പ്ലാനിക്ക് അന്യന്റെ സ്വഭാവമാണ്, ക്യാരക്ടറാണ്. വിമത വൈദികരിൽ പലരുമായും അടുത്ത ബന്ധമുണ്ട് ഈ പാമ്പ്ലാനി. കുറ്റം പറയുന്നില്ല. വിമതരുടെ മുഖ്യ ബുദ്ധി കേന്ദ്രങ്ങളൊന്നായ ഫാദർ ജേക്കബ് ചാണിക്കുഴിയെ അദ്ദേഹം കുന്നൂത്ത് മേജർ സെമിനാർ റെക്ടറാക്കിയത് ഉത്തമ ഉദാഹരണമാണ്. കുന്നൂത്ത് സെമിനാരിലെ സ്റ്റാഫ് എന്ന പോലുമല്ലാത്ത ഫാദർ ചാണിക്കുഴിയെ വൈദിക കലാപം മൂർധന്യാവസ്ഥയിലായിരുന്നപ്പോഴാണ് അദ്ദേഹം നൂലിൽ കെട്ടിയിറക്കിയത്. ഇപ്പോഴാ ഷൈജു ആന്റണിയെ പാസ്റ്ററൽ കമ്മിറ്റി സെക്രട്ടറി ആയി. അതും ഇതുപോലെ തന്നെയാണ്. സെമിനാരിയിലെ സഭാസ്നേഹികളെ മുഴുവൻ നിയന്ത്രിക്കുകയും മെല്ലെ മെല്ലെ എറണാകുളത്തെ വിമത ആശയങ്ങൾ സെമിനാരിൽ തിരികെ കയറ്റുകയും ചെയ്യുന്ന ചാണിക്കുഴി നിയന്ത്രിക്കുന്ന പാമ്പ്ലാനി അതൊരു ഉദാഹരണം മാത്രം. അങ്ങനെ എത്ര പേര്. ഏറ്റവും ഒടുവിൽ ഇതാ നേരത്തെ പറഞ്ഞതുപോലെ അൽമാനായ ഷൈജു ആന്റണിയെ പിടിച്ച് പാസ്റ്ററൽ സെക്രട്ടറി ആയി. ഒരു അൽമാന് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ്, നല്ലതാണ്. പക്ഷേ ആ അൽമായൻ സഭയ്ക്കെതിരെ പ്രവർത്തിച്ചത് എന്തൊക്കെയാണെന്ന് വിശ്വാസികൾക്കും സഭയ്ക്കും വത്തിക്കാനും ഒക്കെ വ്യക്തമായി അറിയാം. ആ അൽമായനെയാണ് എടുത്ത് മടിയിലിട്ടിരിക്കുന്നത് പാമ്പ്ലാനി.